ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ഇതിനകം 1400ഓളം അതിലധികം വീഡിയോകൾ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് പോസ്റ്റ് ചെയ്തിരുന്നു. ഒത്തിരി പേര് പ്രാർത്ഥനാ വിഷയങ്ങൾ അയക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളെ അനേകർ പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം. അപ്പോൾ ഇന്ന് കടന്നു വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്ത വിഷയവുമായിട്ടാണ്. പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുത്തിട്ടും വലിയ അത്ഭുതം നടന്ന, അതായത് കാണാതെ പോയവരെ കണ്ടു കിട്ടാനും, നാട് വിട്ടുപോയവർ തിരിച്ചു വരാനും, അതുപോലെ കാണാതെ പോയ വസ്തുക്കൾ കണ്ടു കിട്ടാൻ വേണ്ടിയും, ഇനി വളവ് മോഷ്ടിച്ചു കൊണ്ടുപോയതാണെങ്കിൽ അത് കൊണ്ടുവന്നിട്ടിട്ട് പോകും, അല്ലെങ്കിൽ വന്ന് കാലേ പിടിക്കും. ഒരു വാസന്തി എന്ന് പറഞ്ഞൊരു സഹോദരി പ്രാർത്ഥിക്കാൻ വന്നത് ഇതുപോലെ ഡിപ്രഷൻ പോലെ ആയിപ്പോയി. സ്വർണത്തിൻ്റെ അവിടെ താലിമാല ഇതുപോലെ കള്ളം കൊണ്ടുപോയതാണ്. പക്ഷേ 3 വചനം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, വചനം കേൾക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, അത്ര വലിയ അത്ഭുതം നടന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ കള്ളം വന്ന് കാല് പിടിച്ച് അവരുടെ കടയിൽ കൊണ്ടുവന്ന് കാലയിൽ വീണ് കരഞ്ഞു മാപ്പ് പറഞ്ഞ് തിരിച്ചു കൊടുത്തു. അപ്പോൾ അയാൾക്കുണ്ടായ ചില ഭയപ്പാടുകളും സ്വപ്നത്തിലുണ്ടായ ചില വിഭ്രാന്തികളും മൂലമാണ് അങ്ങനെ ചെയ്തതെന്നാണ് കരഞ്ഞ് ഏറ്റു പറഞ്ഞത്. അപ്പോൾ തിരിച്ചു കൊടുക്കാൻ ഉണ്ടായ മനോഭാവം ഇതാണ്. ഇതുപോലെ തന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുത്ത വർഷങ്ങൾക്ക് മുമ്പുണ്ടായ അവരുടെ വള മോഷണം പോയിട്ട് 2-3 വളകൾ മോഷണം പോയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് കുടുംബസമേതം ഓടി വന്നേക്കണേ. സ്വർണത്തിൻ്റെ വില അന്നും ഇന്നും വില തന്നെയാണ് അല്ലേ. അപ്പോൾ ആകെയുള്ള സമ്പാദ്യമാണ് അത്. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി, വചനം പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് ജയിലുകളിൽ കിടക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന ചെല്ലുമ്പോൾ ഇത് 2 ആഴ്ച പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ജയിലുകളിൽ കിടക്കുന്നവർക്ക് സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? വള ഇങ്ങനെ ഒടിച്ച് നുറുക്കി കഷ്ണങ്ങളായിട്ട് രാവിലെ മുറ്റം അടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ മുറ്റത്ത് ഇങ്ങനെ ഇട്ടിട്ട് പോയിരിക്കുന്ന അവസ്ഥ. കാണാതെ പോയ ഫോൺ ഇപ്പോൾ 4-5 മാസങ്ങൾക്ക് ശേഷം ഹോസ്റ്റലിലെ എല്ലാവരുടെയും ഫോൺ കയറി എടുത്തുകൊണ്ട് പോയതാണ്. കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. പോയത് തന്നെ പാർട്സാക്കി പോകുന്ന അവസ്ഥയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷേ 4-5 മാസം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഫോൺ തിരിച്ച് കിട്ടിയെന്നും പറഞ്ഞ്, അത്ഭുതം നടന്നെന്നും പറഞ്ഞ്, കള്ളനെ പിടിച്ച് ഫോണും തിരിച്ച് കിട്ടിയെന്നും പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞതൊക്കെയാണ്. അതുപോലെ തന്നെ വീട്ടിലെ വേലക്കാരത്തിക്കെതിരെ കേസ് കൊടുത്ത് പോലീസ് വന്ന് പിടിച്ചുകൊണ്ടും പോയി. പാവം നിരപരാധിയായിരുന്നു. യൂട്യൂബിലൂടെ വചനം കേട്ടിട്ട് പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചതാണ്. ആ സംഭവം എല്ലാം കഴിഞ്ഞപ്പോൾ 3 മാസം കഴിഞ്ഞപ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ഞാൻ പറഞ്ഞ അവരെ വിളിച്ച് മാപ്പ് പറയുക. അവരുടെ മാനഹാനി ഉണ്ടായതിന് എന്താണെന്ന് വെച്ചാൽ അവർക്ക് പരിഹാരം ചെയ്യാനായിട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ 1.5 പവൻ്റെ ആ സ്വർണം തിരിച്ച് കിട്ടി എന്നും പറഞ്ഞിട്ട്. 1.5 പവൻ്റെ 2 വളയാണോ അല്ലെങ്കിൽ 1.5 പവൻ്റെ ആണോ ഞാൻ ഓർക്കണില്ല. ഒത്തിരി കേസുകൾ ഇങ്ങനെ തന്നെയല്ലേ. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇനി ഒരിക്കലും തിരിച്ചു വരൂലെന്നുള്ള രീതിയിൽ എല്ലാം ബ്ലോക്ക് ചെയ്ത് നമ്പറും വിളിച്ചിട്ട് കിട്ടുന്നില്ല. നാട് വിട്ടു പോയ ആൾ ഇതാ കുഞ്ഞുങ്ങളും വീട്ടിലുള്ളവരെല്ലാം കരച്ചിലായി. അവർക്ക് ഇതുപോലെ അന്ന് യെശയ്യാ പ്രവചനം 43-5-6 വചനമുണ്ട് പ്രാർത്ഥിക്കാൻ കൊടുത്തത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വചനങ്ങൾ കേൾക്കാം. ഇതുപോലെ വേറെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞ ഇതാണ്, 28 വയസ്സിൽ നാട് വിട്ടു പോയപ്പോൾ ബ്രദർ ഈ പറയുന്നത് സത്യമാണെങ്കിൽ എൻ്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വരണം, അതിനുവേണ്ടി ഏത് വചനവും പറഞ്ഞു കൊടുത്തു. 8 വർഷം കഴിഞ്ഞപ്പോൾ 8 വർഷമായി പോയിട്ട് 36-ാമത്തെ വയസ്സിൽ അവൻ തിരിച്ചു വന്നു. അപ്പൻ ആശുപത്രി കിടക്കുന്ന ആ ദിവസങ്ങളിൽ ആശുപത്രിയിൽ ബൈസ്റ്റാൻഡറായിട്ടെല്ലാം നിന്ന് എല്ലാ കടവും വലിച്ചും തീർത്ത, നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു വന്ന അവസ്ഥ. വേറൊരു കേസ് അവർക്കാണ്. ഒരു യുവതി, ഒരു പെൺകുട്ടി, പാവം, അവളുടെ കല്യാണം ആയപ്പോൾ പറഞ്ഞു, എൻ്റെ ചേച്ചിമാരുടെ കല്യാണം കഴിഞ്ഞതുപോലെയല്ല, എൻ്റെ അപ്പൻ എന്നെ കൈപിടിച്ച് കൊടുക്കാൻ എൻ്റെ അപ്പം വരണം. അപ്പം ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലോ ഉറപ്പൊന്നുമില്ല. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടോയെന്ന് അറിയണം, മരിച്ചു പോയെങ്കിൽ ആ വിവരം വ്യക്തമായിട്ട് അറിയണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിഷ്കളങ്കമായിട്ട് പ്രാർത്ഥിക്കുകയും ശുശ്രൂഷയിൽ വന്ന് പാടുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി, ആ പാടാൻ കഴിവുള്ള കുട്ടിയാണ്. കർത്താവിനെ പാട്ടുപാടി ആരാധിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഈ മകളുടെ മനസ്സമ്മതത്തിന് മുമ്പ്
അപ്പൻ 15 വർഷമായി വീട് വിട്ടു പോയ, മരിച്ചാൽ പോലും എൻ്റെ ശവം പോലും കാണിക്കരുതെന്ന് പറഞ്ഞു. അത്രയ്ക്ക് ഒരു അനാവശ്യ വാശി ഇയാൾക്കുണ്ടായിരുന്നു. അയാൾ തന്നെ എൻ്റെ അടുത്ത് വന്നു, 2 കസേരയും കൂടെ മേടിച്ചിട്ടുണ്ടോ, പ്രാർത്ഥനയ്ക്ക് വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടി 2 കസേരയും കൂടെ താങ്ക്സ് ഗീവ് അങ്ങാട്ട് മേടിച്ചത്രയും നാളുകൾക്ക് ശേഷം അപ്പം വന്നല്ലേ, അപ്പനും മോളും കൂടെ 2 കസേരയും പിടിച്ചുകൊണ്ട്, ഒന്നും കൊണ്ടുവരാൻ വേണ്ടി അല്ല പറഞ്ഞത്, വചനം കേൾക്കാൻ വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടി അന്ന് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്തു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പം മകളുടെ കല്യാണം അപ്പം കൈപിടിച്ച് കൊടുത്തു, അപ്പം നിന്ന് നടത്തി കൊടുത്തു. അപ്പനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, തലക്ക് ഭ്രാന്ത് പിടിച്ച പോലെ ആയിപ്പോയി. അമ്മയോടുള്ള വാശിയും വഴക്കൊക്കെ ആയിട്ട് പണ്ട് പോയതാണ്, പക്ഷേ ഭാര്യയോടുള്ള, പക്ഷേ മരിച്ച ശവം പോലും കാണിക്കരുത്. ഒരു വാശിക്കാരനായിരുന്നു പൊതുവെ, പക്ഷേ തന്നെ തലക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെ ആരോടും പറയാതെ പോയ സ്ഥലത്തുനിന്നും ഒറ്റ വിടല്. ഡൽഹിയിലുണ്ടായിരുന്നു 15 വർഷം, അവിടെ ഒരു ജോലിയൊക്കെ കിട്ടി, ഇത്രയും വർഷമായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എടുത്തോ പിടിച്ച് വെട്ടൊന്ന് തുണ്ടനുണ്ട് പോലെ ആൾ തിരിച്ചു വന്നു. അപ്പോൾ ലൂക്കാ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ 3 മുതൽ 6 വരെ കാണാതെ പോയ വസ്തുക്കൾ കണ്ടു കിട്ടാനും തിരിച്ചു കിട്ടാനും, ഇതുപോലെ സ്വർണത്തിൻ്റെ കേസുകൾ ഒത്തിരി ഉണ്ട്. എൻ്റെ അപ്പച്ചനുണ്ടായിരുന്നപ്പോൾ ഒരു വ്യക്തി പറഞ്ഞ ഇതാണ്, ജോയ് ബ്രദറിനെ ഒന്ന് വിളിക്കെന്നും പറഞ്ഞിട്ട് വിളിച്ചോ പറഞ്ഞ് അവരെല്ലായിടത്തും നോക്കിയതാണ്. അപ്പോൾ അപ്പച്ചൻ ആ സാരിയുടെ നിറം വരെയും പറഞ്ഞു കൊടുത്തു, അവരുടെ അമ്മച്ചിയുടെ ഇന്ന കളറുള്ള സാരിയുടെ അടിയിൽ. അപ്പച്ചൻ അങ്ങനെ വിശേഷാൽ ദൈവം പ്രത്യേക കൃപയൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അവിടെ എല്ലാം ഞങ്ങൾ അലമാരിലെല്ലാം നോക്കിയതാണെന്ന് പറഞ്ഞു. ക്ഷമയോടെ നോക്കാൻ പറഞ്ഞു. ഈ പറഞ്ഞ കളറുള്ള സാരിയുടെ അടിയിൽ തന്നെ എപ്പോഴോ ഓർമ്മയില്ലാതെ വെച്ചതാണോ എന്തോ കാണാതെ പോയ സ്വർണ്ണമാല കണ്ടു കിട്ടി. ഫ്രീസലോ കള്ളം കൊണ്ടുപോയ കാറ് മേടിച്ചിട്ട് അപ്പനും അമ്മയും മോനും കൂടെ എറണാകുളത്ത് സിനിമക്ക് പോയതാണ്. സിനിമയും കഴിഞ്ഞ് വരുമ്പോൾ കാറില്ല, മേടിച്ചിട്ട് ഒരു ദിവസം പോലും 24 മണിക്കൂർ പോലും തികഞ്ഞിട്ടില്ല. ഇതുപോലെ പ്രാർത്ഥിക്കാൻ മെസ്സേജിന് വേണ്ടി വന്നു. കാർ എവിടെ നിന്ന് കിട്ടിയെന്നറിയാമോ? തമിഴ്നാട്ടിൽ വാഹന പരിശോധന നടക്കുന്നതിനിടയിൽ ഒരു വണ്ടി സംശയാസ്പദമായി, ആരെയും കാണുന്നില്ല, ഇട്ടിട്ട് പോയി. അതിൻ്റെ ഡാഷ്ബോർഡ് അഴിച്ച് ഉദ്യോഗസ്ഥർ പരിശോധിച്ച് നമ്പറൊക്കെ എടുത്തു, എറണാകുളത്തേക്ക് വിളിച്ചു. പോയ വണ്ടി വിളിച്ച് കിട്ടിയതുപോലെ, അന്വേഷിച്ച് പോകാതെ എവിടെ പോയി അന്വേഷിക്കണത്, ദൈവം കൊണ്ടുവന്ന് കൊടുത്ത പോലെ ഇവൻ്റെ ലൈസൻസിൻ്റെ കോപ്പിയും നമ്പറൊക്കെ ഉണ്ടായിരുന്നുണ്ട്, അതിൽ വിളി വന്നു. അങ്ങനെ അന്ന് എന്തോ ബോംബ് ഭീഷണിയോ പ്രശ്നമുള്ളതുകൊണ്ട് ശക്തമായ വാഹന പരിശോധനക്ക് ഓർഡർ ഉണ്ടായിരുന്നു. ആ സമയത്ത് അതിൽ ഇട്ടിട്ട് കട്ടുകൊണ്ടുപോയവർ ഇട്ടിട്ട് പോയി. പൊള്ളാച്ചി എന്ന് പിടിച്ച്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കാണാതെ പോയത് കണ്ടു കിട്ടും, വഴിവേറ്റി പോയത് തിരിച്ചു വരും. അതുപോലെ കുറേ നാളായിട്ട് കിട്ടാതെ മുംബൈ എന്നൊരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞത് ഭർത്താവിൻ്റെ വർക്ക് ചെയ്ത ബില്ലൊന്നും കിട്ടണില്ല, ആകെ കടവും വില കൊണ്ട്. ഇപ്പം ഈ അടുത്ത നാളിൽ ഞാൻ ചോദിച്ചു അതൊക്കെ കിട്ടിയ, അതൊക്കെ ഒന്നേ കിട്ടി ഒരിക്കലും കിട്ടൂല എന്നുള്ള രീതിയിലായിരുന്നു. അത്ര ബ്ലോക്കായി കിടക്കുന്ന, നിന്ന് തിരിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതെല്ലാം ബില്ലുകളെല്ലാം കിട്ടി, ഇപ്പം എല്ലാം ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ്. ചിലപ്പോൾ അവർ പറഞ്ഞതിൻ്റെ ആംബിയറൊക്കെ ചിലർ മറന്നു പോകും കിട്ടിയൊക്കെ കഴിയുമ്പോൾ. പക്ഷേ നമുക്ക് മറക്കാൻ പറ്റും. അത്ര വേദനയോടെ കരഞ്ഞും വിഷമിച്ചും പലതവണ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതാണ്, ബ്രദറെ നിക്കക്കള്ളി ഇല്ല, അല്ലെങ്കിൽ ഒന്നും കിട്ടുന്നില്ല, പാസ്സാവുന്നില്ല. ഇങ്ങനെ മനുഷ്യന് കടലിലെ തിര ഒഴിയാത്തതുപോലെ പല പ്രശ്നങ്ങൾ വരും. പക്ഷേ ആത്മീയമായിട്ട് കൈകാര്യം ചെയ്ത് കഴിയുമ്പോൾ പല പ്രശ്നങ്ങളുടെയും ഭൗതിക കാര്യം കൈകാര്യം ചെയ്യാൻ നോക്കും, പോലീസിനെ കുറ്റം പറയും, അല്ലെങ്കിൽ പരാതി കൊടുക്കും, മേൽഘടകത്തിലോട്ട് പോകും, കേസിന് പോകും. പക്ഷേ ഒരു ആത്മീയ പ്രശ്നം പരിഹരിക്കപ്പെട്ട ബാക്കി എല്ലാം പരിഹരിക്കും. ചിലപ്പോൾ അന്വേഷിച്ച് പോകാതെ വിളിച്ച് കിട്ടിയതുപോലെ നമുക്ക് വേണ്ടി ദൈവം ആരെങ്കിലുമൊക്കെ നിയോഗിച്ച് തിരിച്ച് കിട്ടും. ഹല്ലേലൂയ. അപ്പോൾ ലൂക്കാ 15:3 മുതൽ 6 വരെ അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു, നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കും, അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ 99നെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത്? കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു. വീട്ടിലെത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചു കൂട്ടി പറയും, നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുവിൻ, എൻ്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു. പ്രൈസലോ. ചിലപ്പോൾ മകനോ മകളോ ഭർത്താവോ മരുമകളോ അല്ലെങ്കിൽ പേരക്കിടാങ്ങളെ കൈകൊണ്ട് തൊടിയിക്കുന്നില്ല, അപ്പനെ അമ്മനെയും കാണിക്കുന്നില്ല, കയറ്റുന്നില്ല, വിളിപ്പിക്കുന്നില്ല. ഇതിനെല്ലാം നീതി കിട്ടും. ഇതെല്ലാം ഇതിൽ വന്ന കാര്യങ്ങളാണ്. മക്കൾ പോയിട്ട് പിന്നെ വിളിച്ചിട്ടുമില്ല, ലോൺ അടക്കാനൊന്നും കൊടുത്തിട്ടുമില്ല, അപ്പനും നമുക്ക് കഞ്ഞിക്ക് വകയുമില്ല, അങ്ങനെ വിഷമിക്കുന്നവരുണ്ട്. പലർക്കും വ്യത്യസ്ത തരത്തിലാണ്. അതുപോലെ പേരക്കുഞ്ഞുങ്ങളൊന്നും കാണിക്കുന്നില്ല, കൊണ്ടുവരുന്നില്ല, വിളിപ്പിക്കുന്നില്ല,
അനുഭവിക്കുന്നില്ല ഇങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുന്ന അവസ്ഥകൾ. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. യോഹന്നാൻ 8:32. കാണാതെ പോയത് കണ്ടു കിട്ടുക എന്ന് പറയുമ്പോൾ വസ്തുക്കൾ മാത്രമല്ല, വസ്തുക്കൾ പോലെ വ്യക്തികളായി തീർന്ന എന്ത് ചെയ്യും? ഐ ആൻഡ് യു റിലേഷൻഷിപ്പ്, ഞാനും നീയും. അവിടെ സ്നേഹമാണ് വേണ്ടത്. അതിന് ഒരു ഐ ആൻഡ് ഇറ്റ്, വസ്തുക്കൾ പോലെ അല്ലെങ്കിൽ സ്വാർത്ഥത നിറഞ്ഞ അവസ്ഥകളാണ്. അപ്പോൾ അതായത് ഇപ്പോൾ ഈ സ്പെക്സ് ഇവിടെ വെച്ചാൽ ഇതൊരു വസ്തുവാണ്. ഇനി ഇത് ഇവിടെ നിന്ന് എടുത്തു മാറ്റിയാൽ അത് അടുത്ത സ്ഥലത്ത് അല്ലെങ്കിൽ അതില്ലാതിരിക്കാനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ? അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇവിടെ വെച്ചാൽ വീണ്ടും അത് അവിടെ ഇരിക്കും. എടുത്തു മാറ്റിയാൽ അത് മാറിപ്പോകും. വീണ്ടും എടുത്തു വെച്ചാൽ അത് അവിടെ ഇരിക്കും. വസ്തു അങ്ങനെയാണ്. അപ്പോൾ വസ്തുക്കളെ തന്നിരിക്കുന്നത് ഉപയോഗിക്കാനാണ്, വ്യക്തികളെ തന്നിരിക്കുന്നത് സ്നേഹിക്കാനാണ്. പക്ഷേ മനുഷ്യൻ്റെ സ്വാർത്ഥത മൂത്ത് ബുദ്ധിയിൽ അന്ധകാരം വ്യാപിച്ച് അഹങ്കാരമൊക്കെ വ്യാപിച്ച് ഇന്ന് ഇത് തലകീഴ്മേൽ മറിയുന്നു. വസ്തുക്കളെ സ്നേഹിക്കുകയും വ്യക്തികളെ ഉപയോഗിക്കുകയും ചെയ്യുന്ന അവസ്ഥ, ബിസിനസ് പോലെ. അപ്പോൾ ഐ ആൻഡ് ഇറ്റ് റിലേഷൻഷിപ്പ് ഭാര്യാഭർത്തൃ ജീവിതത്തിലും അതെ, പിന്നെ മാതാപിതാക്കളും മക്കളും തമ്മിലും സഹോദരങ്ങൾ തമ്മിലും ഞാനാ വലുത് നീയാണോ വലുത്, എനിക്ക് കൂടുതൽ നിനക്ക് കുറച്ച്, അല്ലെങ്കിൽ എനിക്കാണ് മുഴുവൻ കൂടി പറഞ്ഞു വെച്ചത്, ഞാനുണ്ടാക്കിയതാണ്, ഇങ്ങനെയൊക്കെയുള്ള സ്വാർത്ഥതകൾ വരുന്നത്. എന്തിനാ അപ്പനെ അമ്മനെയും കാണാൻ കോടതിയിൽ നിന്ന് ഓർഡർ മേടിച്ചിട്ട് അരമണിക്കൂറായി എന്നും പറഞ്ഞ് സഹോദരിമാരെ ഇറക്കി വിട്ട ആങ്ങളുടെ കഥയൊക്കെ അറിയാം. ഇവിടെ പല കേസുകൾ ഇതുപോലെ വന്നിട്ടുള്ളത് ഓർക്കുകയാണ്. അപ്പോൾ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച വചനം നിങ്ങളെ നമ്മളെ സ്വതന്ത്രരാക്കും. ഈ കാണാതെ പോയ ഇപ്പം മത്തായി ലൂക്കാ സുവിശേഷം 15:3-6 വരെയുള്ള ഈ വചനങ്ങൾ വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുക. ബേസിക്കായിട്ട് ഈ വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. വീണ്ടും 1 കൊറിന്തോസ് 4-ാം അധ്യായത്തിൽ 5-ാമത്തെ തിരുവചനം അവിടെ പറയുന്നത്, അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നവയെ വെളിച്ചത്ത് കൊണ്ടുവരുന്നവനും ഹൃദയരഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവനും അവനാണല്ലോ. അന്ധകാരത്തിൽ മറിഞ്ഞിരിക്കുന്ന, നിങ്ങൾക്ക് അർഹതപ്പെട്ട സ്വത്താണോ വസ്തുവാണോ സമ്പത്താണോ വീതമാണോ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടോ, എന്നിട്ട് നീ എന്തുണ്ടാക്കി, നീ ഒന്നും ചെയ്തിട്ടില്ല, പോയി പണി നോക്കണമെന്നും പറഞ്ഞ് കുഞ്ചിക്ക് പിടിച്ച് തള്ളുന്ന, അല്ലെങ്കിൽ കയറിപ്പോകരുതെന്നും പറഞ്ഞ് പടികൊട്ടി അടക്കുന്ന അവസ്ഥയൊക്കെ ആണോ? ഇന്നല്ലെങ്കിൽ നാളെ ദൈവം ഒട്ടും വൈകൂല, വചനം വെച്ച് പ്രാർത്ഥിച്ചോ, സത്യത്താൽ നിങ്ങളെ സ്വതന്ത്രരാക്കും. നിങ്ങളിൽ എത്തേണ്ടത് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ തന്നെ എത്തിയിരിക്കും. അതുകൊണ്ട് ഇതിന് കാരണക്കാരായവരോടുള്ള വെറുപ്പ്, വാശി, വൈരാഗ്യം എല്ലാം കളയുക, ദൈവത്തിൽ ആശ്രയിക്കുക. അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നവയെ വെളിച്ചത്ത് കൊണ്ടുവരുന്നതിനും ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവനും അവനാണല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും ദൈവത്തിൽ നിന്ന് പ്രശംസ ലഭിക്കും. കിട്ടേണ്ടത് നമുക്കും കിട്ടും, അവർക്കും കിട്ടും. ഹല്ലേലൂയ. 1 കൊറിന്തോസ് 4:5. അന്ധകാരത്തിൽ മറിഞ്ഞിരിക്കുന്ന നല്ലൊരു പവർഫുള്ളായിട്ടുള്ള വചനമാണ്. അപ്പോൾ അന്ധകാര ശക്തികൾ ബന്ധനത്തിൽ വെച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ ചില ജീവിച്ചിരിക്കുന്നതോ മരിച്ചുപോയവരുടെയോ നുണയോ കൂട്ടിയടിയോ കള്ളത്തരങ്ങളോ കള്ളപ്പോ തൂക്കം തട്ടിപ്പോ മായം ചേർക്കലോ അന്യായമോ കള്ളപ്പോ വ്യാജ ഡോക്യുമെൻസോ ഏതോ ആട്ടെ, അന്ധകാരത്തിൽ മറിഞ്ഞിരിക്കുന്നവയെ വെളിച്ചത്ത് കൊണ്ടുവരുന്നവനും ഹൃദയരഹസ്യം വെളിപ്പെടുത്തുന്നവനും അവനാണല്ലോ. പിന്നെ സ്വസ്ഥത കിട്ടില്ല, ഇരിക്കപ്പുറത്ത് കിട്ടില്ല. നിങ്ങളിൽ എത്തേണ്ടത് നിങ്ങളിൽ തന്നെ എത്തിച്ചേരും. അതുപോലെ നമ്മളും ആരെങ്കിലും തലകിന്മേൽ മറിച്ചിട്ടുണ്ടെങ്കിൽ, പറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, സ്തോത്രക്കാഴ്ച കൊടുത്തുകൊണ്ടോ ദശാംശം കൊടുത്തുകൊണ്ടോ തിരി കത്തിച്ചുകൊണ്ടോ വചനം 1000 പ്രാവശ്യം എഴുതിക്കൊണ്ടോ കാര്യമില്ല. സഖ്യവൂസ് എഴുന്നേറ്റ് നിന്ന് ഇതാ പരിഹാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചപ്പോഴാണ് ലൂക്കാ 19:9 ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. രക്ഷപ്പെടണമെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ടത് അവർക്ക്, കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം. കാരണം നിരപരാധികൾ ദൈവമേ എന്നോർത്ത് നമ്മുടെ അടുത്ത് മറുതലിക്കാനോ ശക്തി പ്രയോഗിക്കാനോ വന്നില്ലെങ്കിലും അവർ ഹൃദയം നുറങ്ങുന്നെങ്കിൽ, അവർ കരയുന്നുണ്ടെങ്കിൽ, അവരുടെ മക്കളോ നമ്മൾ കൊടുക്കാത്തതോ കിട്ടാത്തതോ മൂലം ഞെരുങ്ങുന്നുണ്ടെങ്കിൽ, അവമാനം സഹിക്കുന്നുണ്ടെങ്കിൽ, ജീവിക്കാൻ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, എല്ലാ വചനങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, കേൾക്കുന്നുണ്ടെങ്കിൽ അതിന് ശക്തമായ പ്രായശ്ചിത്തവും പരിഹാര പ്രവൃത്തികളും ചെയ്തേ തീരും. എല്ലാ പരിഹാരവും യേശു കുരിശിൽ ചെയ്തു. യേശു ചെയ്തെന്നും പറഞ്ഞ് നമ്മൾ കട്ടെടുത്തത് തിരിച്ചു കൊടുക്കണ്ടേ? 10 രൂപ കട്ടെടുക്കുന്ന 1 ലക്ഷം രൂപ കട്ടെടുക്കുന്ന ഒരുപാട് വ്യത്യാസമുണ്ട്. കുമ്പസാരിക്കാൻ പോയിട്ട് കട്ടെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പാപത്തിൻ്റെ എണ്ണം ഘനം ഗൗരവം. അപ്പോൾ തിരിച്ചു കൊടുക്കേണ്ടത് 10 രൂപ നഷ്ടപ്പെട്ട ഒരുത്തൻ്റെ വേദനയല്ല 1 ലക്ഷം രൂപ നഷ്ടം. ചിലപ്പോൾ അവൻ്റെ ആജീവനാന്ത സമ്പാദ്യമായിരിക്കാം. അതുകൊണ്ട് നമ്മളത് തട്ടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് തട്ടിച്ചെടുക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം ആ നഷ്ടമെല്ലാം തീർത്ത് നമുക്ക് തരും. നമ്മളവരോട് ക്ഷമിച്ച് അനുഗ്രഹിച്ച് അവർക്ക് വേണ്ടി
പ്രാർത്ഥിക്കാൻ തുടങ്ങണം. അപ്പം നല്ലൊരു വചനമാണ്. ആദ്യം വായിച്ചത് ലൂക്കാ സുവിശേഷം 15-3 മുതൽ 6 വരെ, 1 കൊറിന്തോസ് 4-5 നമ്മൾ വായിച്ച് കേട്ടത്. വീണ്ടും മത്തായി എഴുതിയ സുവിശേഷത്തിലാണ് നമ്മൾ പോകുന്നത്. അവിടെ 10-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ തിരുവചനം അവിടെ പറയുന്നത്, നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട, എന്തെന്നാൽ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല, നിഗൂഢമായതൊന്നും അറിയപ്പെടാതിരിക്കുകയും ഇല്ല. നമ്മുടെ ശുശ്രൂഷാ ജീവിതത്തിൽ തടസ്സങ്ങളോ ഇല്ലാക്കഥകളോ പറഞ്ഞു വരുത്തുന്നവരോ ബ്ലോക്ക് ചെയ്യുന്നവരോ ഇതെല്ലാം സമ്പത്ത് തന്നെയാണ്. ഭൗതികമായ സ്വർണമോ പണമോ ജോലിയോ ശമ്പളമോ വസ്തുവകകളോ സ്വത്തോ മാത്രമല്ല. ചിലർക്ക് ആത്മാഭിമാനം, ചിലർക്ക് ആരോഗ്യം, മറ്റുള്ളവർക്ക് ദേഹോപദ്രവങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട നന്മകൾ നമ്മുടെ ഇല്ലാവചനങ്ങൾ മൂലം തടസ്സപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഇതാ നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മത്തായി 10:26 മറന്നു പോകരുത്. ഏതുറക്കത്തിൽ നിന്ന് വിളിച്ചാലും ഈ വചനം മറന്നു പോകരുത്. നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട. ആരും ആകട്ടെ, വ്യക്തി ശത്രുവല്ല, ശത്രു പിശാചാണ്. തട്ടിയെടുക്കുന്നത്, തടസ്സപ്പെടുത്തുന്നത്, തിന്മ ജയിക്കുന്നത്, അതിനടിപ്പെടുത്തി വെക്കുന്നത്, മരിച്ചാലും കിട്ടൂല. ഇങ്ങനെ പറഞ്ഞൊരു കേസ് എനിക്കറിയാം. അനാഥ മന്ദിരത്തിൽ കൊടുത്താലും കൊടുക്കാനുള്ളവന് കൊടുക്കൂല. ഡോക്യുമെൻ്റൊക്കെ ഒപ്പിട്ട് കൊടുത്തിട്ട് കാല് പിടിച്ച് അത്യാവശ്യം വന്നപ്പോൾ കരഞ്ഞ് അവരുടെ കാല് നക്കി പൈസ മേടിച്ചു. പക്ഷേ കൊടുക്കാൻ പലതവണ പല വഴികളിൽ കിട്ടിയിട്ടും അവർ അങ്ങേറ്റം വീർപ്പ് മുട്ടിയിട്ടും എന്നാ മേടിക്കാമെങ്കിൽ അല്ലെങ്കിൽ മേടിക്കണ കാണട്ടെ, അന്ന് അങ്ങനെ ചെയ്യേണ്ടായിരുന്നു, അതിൻ്റെ അരികിൽ എഴുതിയേക്ക്, ഇതിൻ്റെ അരികിൽ എഴുതിയേക്ക്, അല്ലെങ്കിൽ തരാൻ മനസ്സില്ല, പോയി പണി നോക്ക്. ഇത് ദൈവദൂഷണമല്ലേ? അപ്പോൾ ഇതെല്ലാം നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. കൊടുക്കേണ്ടവന് തന്നെ കൊടുക്കണം. എന്നോട് ഒരാൾ ചോദിച്ചതാ, പള്ളിയിൽ നേർച്ചപ്പട്ടി കൊണ്ടുപോയി ഇട്ടാൽ മതി. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ കൊടുക്കാനുള്ളവർ അതുണ്ട്. അതങ്ങനെ പറ്റില്ല ബ്രദറെ. കൊടുക്കാനുള്ളത് ആർക്കാണോ അവർക്ക് തന്നെ കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും നേരത്തെ പറഞ്ഞ ഏശയ്യാ പ്രവചനത്തിൽ 43-ാമത്തെ അധ്യായം പറഞ്ഞില്ലേ, നാട് വിട്ടു പോയ ആൾ തിരിച്ചു വരും. നിങ്ങൾ ഇനി അതും കരഞ്ഞുകൊണ്ടിരിക്കണ്ട, കുളിച്ച് പല്ല് വെച്ച് ഭക്ഷണവും കഴിച്ച് കുടുംബ പ്രാർത്ഥനയും ചൊല്ലി വന്നതായിട്ട് കണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇത്തിരി പാടുള്ള കാര്യമാണ്. 2-3 മാസമായി നാട് വിട്ട് പോയിട്ട് ഒരു പൊടി പോലും കണ്ടുപിടിക്കാനില്ല. പോലീസും ടി വിയിലും പത്രത്തിലും എല്ലാം നോക്കി. പക്ഷേ വചനം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ തലക്ക് ഭ്രാന്ത് പിടിച്ച പോലെ അങ്ങോട്ട് പോകുന്നതിന് പകരം ഇങ്ങോട്ട് സ്വസ്ഥതയില്ലാതെ ഇത്രയും മാസമായിട്ട് നടക്കാത്ത കാര്യം നടന്നു കിട്ടി. ഹല്ലേലൂയ, യേശുവേ നന്ദി. യെശയ്യാ പ്രവചനം 43:5-6 ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കിഴക്ക് നിന്ന് നിന്റെ സന്തതിയെ ഞാൻ കൊണ്ടുവരും, പടിഞ്ഞാറ് നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. വടക്കിനോട് വിട്ടുകൊടുക്കുക എന്നും തെക്കിനോട് തടയരുതെന്നും ഞാൻ ആജ്ഞാപിക്കും. ആരാജ്ഞാപിക്കും? നമ്മൾ കേസ് കൊടുത്തിട്ടും വഴക്കുണ്ടാക്കിയിട്ടും നമുക്ക് വേണ്ടി മധ്യസ്ഥന്മാർ പറഞ്ഞിട്ടും വർഷങ്ങൾ കാത്തിരുന്നിട്ടും നടക്കാത്ത കാര്യം ഇതൊന്നും വിശ്വസിച്ചാൽ മതി. കർത്താവ് ആജ്ഞാപിക്കും. സൃഷ്ടാവ് എൻ്റെ നിങ്ങളുടെ ഇത് നമ്മൾ വിഷമിപ്പിച്ചവരുടെ വടക്കിനോട് വിട്ടുകൊടുക്കുകയെന്ന് തെക്കിനോട് തടയരുതെന്ന് ഞാൻ ആജ്ഞാപിക്കും. ദൂരത്തു നിന്ന് എൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് പുത്രിമാരെയും കൊണ്ടുവരുവിൻ. കല്യാണം പോലും കഴിച്ചു കൊടുത്തിട്ടില്ല, പക്ഷേ പഠിപ്പിച്ച് ജോലിക്കാരിയൊക്കെ ആക്കി വിദേശത്ത് പോയപ്പോൾ മകൾക്ക് അമ്മേനെ കണ്ണിന് കണ്ടുവിടും. അയലക്കത്തെ വീട്ടിൽ വിളിക്കലും ഭയങ്കര വർത്താനവും. അത് നാട്ടിൽ വന്നാലും സ്വന്തം വീട്ടിൽ വരില്ല, വേറെ വന്ന് താമസിച്ചിട്ട് പോകുന്ന അവസ്ഥ. കരഞ്ഞുകൊണ്ട് ഒരമ്മ വന്ന ഇതാണ്. പക്ഷേ പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിച്ച് വചനം കൊടുത്ത് NLP ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അമ്മേനെ വിളിച്ചു, പിന്നെ നാട്ടിൽ വന്നു. ഹല്ലേലൂയ. ഇങ്ങനത്തെ എത്ര സംഭവം ഉണ്ടെന്ന് ഇപ്പം നിസ്സാരമായിട്ട് പറയുക. അവരുടെയൊക്കെ വേദന എന്തായിരുന്നെന്ന് അറിയാം. എത്രയോ വർഷങ്ങൾ പാഴായിപ്പോയി. അപ്പോൾ വടക്കിനോട് വിട്ടുകൊടുക്കാമെന്നും തെക്കിനോട് തടയരുതെന്നും ഞാൻ ആജ്ഞാപിക്കും. ദൂരത്തു നിന്ന് എൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് പുത്രിമാരെയും കൊണ്ടുവരുവിൻ. ഇത്രയും വർഷമായിട്ട് ഇത്രയും നാളായിട്ട് നടക്കാത്തത് ലോകത്തിൻ്റെ അങ്ങേ അറ്റത്തായാൽ പോലും ദൈവം ഒരു കമാൻഡ് കൊടുക്കും. അത് നമുക്ക് നടന്ന് കിട്ടിയിരിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. വീണ്ടും യെരമ്യാ പ്രവചനത്തിൽ 31-ാം അധ്യായത്തിൽ 8-ാമത്തെ തിരുവചനം, ഞാൻ അവരെ ഉത്തരദേശത്ത് നിന്ന് കൊണ്ടുവരും, ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന്
ഒരുമിച്ച് കൂട്ടും. അന്ധരും മുടന്തരും ഗർഭിണികളും ഈറ്റുനോവ് തുടങ്ങിയവരെയും ഉൾപ്പെട്ട ഒരു വലിയ കൂട്ടമായിരിക്കും അവർ. എന്ന് പറഞ്ഞാൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവ, എത്ര കഠിനമായാലും എത്ര മൃദുവായാലും അതെല്ലാം ദൈവം നമുക്ക് വേണ്ടി തിരിച്ചു കൊണ്ടുവരും. കർത്താവ് 11-ാമത്തെ വാക്യം, യാക്കോബിനെ വീണ്ടെടുത്തിരിക്കുന്നു, ബലിഷ്ഠകരങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നല്ലൊരു വചനം. ഞാൻ അവരെ ഉത്തരദേശത്ത് നിന്ന് കൊണ്ടുവരും. ജെറമ്യാ 31:8. ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടും. അങ്ങേയറ്റം അകന്ന് കിടക്കുന്ന, തടസ്സപ്പെട്ട് കിടക്കുന്ന, നമുക്ക് വേണ്ടി ആരും വാദിക്കാനില്ല, പറയാനില്ല, കൊണ്ടുവരാനില്ല, വിളിക്കാനില്ല, അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമോ വ്യക്തിയോ മക്കളോ മാതാപിതാക്കളോ കൂടപ്പറപ്പങ്ങളോ ആരുമാകട്ടെ, ഇതാ ജോസഫിനെ നഷ്ടപ്പെട്ട സഹോദരങ്ങൾക്ക് ജോസഫിനെ ജീവനോടെ അവരുടെ മുമ്പിൽ കൊണ്ടുവന്ന ദൈവം, സഹോദരങ്ങളെ അന്യദേശത്തായിരുന്നിട്ട് പോലും ജോസഫിൻ്റെ അടുത്ത് സഹായം തേടി വരാൻ ഇടയാക്കിയ ദൈവം, ആ ദൈവമാണ് പഴയ നിയമത്തിലെ ദൈവദാസൻ ജോസഫിൻ്റെ അനുഭവമാണ് പറഞ്ഞത്. ആ ദൈവമാണ് എൻ്റെയും നിങ്ങളുടെയും ദൈവം. വീണ്ടും വചനം പറയുന്നു, ജെറമ്യാ 30:10, ഇസ്രായേലെ വിസ്മയിക്കേണ്ട, നിന്നെ വിദൂരങ്ങളിൽ നിന്നും നിൻ്റെ മക്കളെ പ്രവാസത്തിൽ നിന്നും ഞാൻ രക്ഷിക്കും. പ്രവാസികളുടെ ആ കാര്യം കൂടെ ഉൾപ്പെടുത്താം. വിദേശത്ത് പോയിട്ട് നാട്ടിൽ വരാൻ 10 പൈസ കയ്യിലില്ല, ശമ്പളം കിട്ടുന്നില്ല, അല്ലെങ്കിൽ വിസ തടസ്സം, ജയിലുകളിൽ കഴിയുന്നവർ, കള്ളക്കേസുകളിൽ കുടുങ്ങിയവർ, അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാം. ഞാൻ ഓർക്കണം, ഒരു ജോസ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് വേണ്ടി ഇതുപോലെ പ്രാർത്ഥിച്ചത്. അമ്മയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ വന്നു, ഒരു കുട്ടി ഉണ്ടായിരുന്നേ, അവർ വന്ന് പ്രാർത്ഥിച്ചു. 5 ആഴ്ച വന്ന് വചനം കേൾക്കാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാനുള്ള വചനം പറഞ്ഞു കൊടുത്തു. 5-ാമത്തെ ആഴ്ച അയൽവക്കത്തെ വീട്ടിൽ നിന്ന് പ്രാർത്ഥനാ സ്ഥലത്തേക്ക് വിളിച്ച് ഇയാൾ അവിടെ വന്നിട്ടുണ്ട്. ആരോടും പറയാതെ അറിയാതെ വരാനുള്ള വഴികൾ തെളിഞ്ഞു കിട്ടി. 5 വർഷമായിട്ട് വിവരം കിട്ടാതെ, എഴുത്തുമില്ല ഫോണും ഇല്ല, അങ്ങനെ കിടന്ന, ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും ഉണ്ടാകുമായിരിക്കും, പക്ഷെ 10 പൈസ കിട്ടിയിട്ടുമില്ല. വന്ന് കുടുംബത്തിൽ ഒത്തിരി മാറ്റങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടായ സംഭവം. അതുകൊണ്ട് ഇതാ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ വിളിക്കുന്നത് ദേഷ്യം, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നില്ല, അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ബന്ധനമോ ദുരാത്മാവോ കെട്ടോ ഒക്കെ ആണെങ്കിൽ ആ പൈശാചിക പീഡകളൊക്കെ അഴിയും. ജെറമ്യാ 30:10 വചനം, ഇസ്രായേലെ വിസ്മയിക്കേണ്ട, നിന്നെ വിദൂര ദേശങ്ങളിൽ നിന്ന് നിൻ്റെ മക്കളെ പ്രവാസത്തിൽ നിന്ന് ഞാൻ രക്ഷിക്കും. ഹാലേലുയ. ഈ വചനത്തിൻ്റെ അഭിഷേകം എത്ര വചനങ്ങളാണ് പറഞ്ഞു തന്നത്. അപ്പോൾ വീണ്ടും ജെറമ്യാ പ്രവചനം 31:16, കർത്താവ് അരുളി ചെയ്യുന്നു, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും, ശത്രുക്കളുടെ ദേശത്ത് നിന്ന് അവർ തിരികെ വരും. നേരത്തെ പറഞ്ഞ് ശത്രു വ്യക്തിയല്ല, ശത്രു പിശാചാണ്. ചില പൈശാചിക ബന്ധനങ്ങൾ മൂലം വർഷങ്ങളായിട്ട് അകന്നും അടുക്കാതെയും വെട്ടിമുറിച്ചതുപോലെ തുണ്ടൻ രണ്ടുപോലെ തുണ്ടൻ രണ്ടുപോലെ കിടക്കുന്ന അവസ്ഥകളോ വിഷമങ്ങളോ ദുരിതങ്ങളോ ആയിരിക്കും. മാനസികമായിട്ട് ഒരുപാട് അകന്നു കഴിഞ്ഞു, ഇനി മരിച്ചാലും കൂടൂല, വെറുതെയാണ് പറയുന്നത്. അതെല്ലാം കൂടും. ശത്രുക്കളുടെ ദേശത്ത് നിന്ന് അവർ തിരികെ വരും. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. എത്ര നല്ല വചനമാണ്, എത്ര വചനമാണ്. ഈ വചനങ്ങളെല്ലാം എഴുതി വെച്ച് പറഞ്ഞ് അനുദിനം പ്രാർത്ഥിക്കാൻ തുടങ്ങ്. വചനത്തിൻ്റെ അഭിഷേകം ഈ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, പ്രത്യാശാഭരിതമാണെന്നാണ് പറയുന്നത്. അതുപോലെ നിൻ്റെ പൈസ മേടിച്ച് മുങ്ങിക്കളഞ്ഞവർ, അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടോയെന്ന് പോലും അറിയില്ല, വിസ തട്ടിപ്പില്ല, അതിലൊക്കെ പെട്ട കാര്യങ്ങൾക്കും നീതി തടസ്സപ്പെട്ട് കിടക്കുന്ന, കാണാതെ പോയ സമ്പത്തോ വസ്തുക്കളോ പാസ്പോർട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നീതി നിഷേധിക്കപ്പെട്ട അവസ്ഥകളെല്ലാം സമർപ്പിച്ച് പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കുക. വീണ്ടും പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ വചനം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പം. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, നിയമാവർത്തനം എന്നൊക്കെ പറയാം. അപ്പം പുറപ്പാടിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യം, അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനാവും വിധം പകൽ വഴികാട്ടാൻ ഒരു മേഘസ്തംഭത്തിലും രാത്രിയിൽ പ്രകാശം നൽകാൻ അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുമ്പേ പോയിരുന്നു. അപ്പോൾ 13-21 വചനം, കർത്താവ് വെളിച്ചം അല്ലെങ്കിൽ ചാർജ് ചെയ്യും.
അത്ഭുതം നടക്കും, വെളിച്ചടിക്കും, വെളിവ് കൊടുക്കും, വെളിവ് നിറക്കും, ജ്ഞാനം കൊടുക്കും, കാണാതെ പോയത് കണ്ടുകെട്ടും, വഴിയേറ്റവർ തിരിച്ചു വരും, പരിശുദ്ധാത്മാവും നിറയും. ഇത്രയും വചനം പോരെ? അപ്പോൾ ആ ലൂക്കാ സുവിശേഷത്തിൽ 15-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വചനങ്ങൾ, മത്തായി സുവിശേഷം 10-ാം അധ്യായം 26-ാമത്തെ വാക്യം, 1 കൊറിന്തോസ് 4-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യം, വീണ്ടും യെശയ്യാ പ്രവചനം 43-ൽ 5ഉം 6ഉം വാക്യങ്ങൾ, ജെറമ്യാ പ്രവചനം 31-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യം, 31-ാം അധ്യായത്തിൽ 13-ാമത്തെ വാക്യം, ജെറമ്യാ 30:10, ജെറമ്യാ 31:16ഉം 17ഉം വാക്യം, പുറപ്പാടിൻ്റെ പുസ്തകം 13:21. ഈ വചനങ്ങളെല്ലാം എഴുതി വെച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. കലങ്ങി മറിഞ്ഞ് അന്ധകാരത്തിൽ മൂടിക്കിടക്കുന്ന അജ്ഞാതമായി കിടക്കുന്ന വഴികളോ അവസ്ഥകളോ വ്യക്തികളോ സമ്പത്തോ വസ്തുക്കളോ തടസ്സപ്പെട്ട് കിടക്കുന്നു. ഇനി തരേണ്ടവർ പോലും തന്നില്ലെങ്കിൽ ദൈവം അതിൻ്റെ പലിശയും കൂട്ടുപലിശയും, അങ്ങനത്തെ ഒരു വാക്ക് പറയാൻ പാടില്ലെങ്കിൽ, പലിശ മേടിക്കരുത് കൊടുക്കരുതെന്നാണ് പറയുന്നത്. ദൈവം ഇത്രയും നാൾ നിങ്ങൾക്കുണ്ടായ ആ നഷ്ടം സത്യസന്ധമായിട്ട് ക്ഷമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ അതും അതിൻ്റെ അപ്പുറയും കൂടി നിങ്ങൾക്ക് ചൊരിഞ്ഞു തരും, സാക്ഷ്യപ്പെടുത്താനിടയാകും. കാരണം പല ജീവിത അനുഭവങ്ങൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുത്തവർ വന്ന് പറയുന്നു, സാക്ഷ്യപ്പെടുന്നു, ബ്രദറെ ഞങ്ങൾ വിശ്വസിച്ചില്ല, ഇങ്ങനെ നടക്കുന്നു, ഓർത്തതല്ല, ഭയങ്കര അത്ഭുതമായി പോയെന്ന് പറയുന്നു, വിളിക്കുന്നു, വരുന്നു. എൻ്റെ ജീവിതത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ ഉപേക്ഷിച്ചിട്ട് കളഞ്ഞ അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഇനി അത് വേണ്ട, കേസിനും വഴക്കിനും പോകുന്നില്ല, ദൈവത്തിന് വിട്ടുകൊടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അന്ന് പലരും അതൊക്കെ തലക്ക് ഭ്രാന്താണ്, അല്ലെങ്കിൽ വിശ്വാസം വേണം, അന്ധവിശ്വാസം പാടില്ലെന്ന് പറഞ്ഞു. പക്ഷേ ദൈവത്തിൻ്റെ നീതിക്ക് വിട്ടുകൊടുത്ത് വഴക്കൊക്കെ അവസാനിപ്പിച്ച് പോയ മേഖലയിൽ അതും അതിൻ്റെ അപ്പുറവും കൂടി ഇളക്കി മറിച്ച് ദൈവം അനുഗ്രഹങ്ങളാക്കി തീർന്നപ്പോൾ ഞങ്ങൾക്ക് നിധി കിട്ടിയെന്നും പറഞ്ഞിട്ടാണ്. ഞങ്ങളുടെ അപ്പനൊക്കെ ഭയങ്കര വാശി, കടുംപിടുത്തം, കാരണവന്മാരാട്ടത്തിൽ കുറഞ്ഞ ആൾക്കാരല്ല. പക്ഷേ ദൈവവചനം കിട്ടിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഈശോയുടെ നാമത്തെ പ്രതി ഞാൻ ക്ഷമിക്കുന്നു, വിട്ടുകൊടുക്കുന്നു, കേസുമില്ല, വഴക്കുമില്ല, ഇനി ആയുധവും എടുക്കുന്നില്ല, ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ പെരുമാറട്ടെ എന്നും പറഞ്ഞ് പിന്നെ മോന്തം കയറ്റി ആവശ്യങ്ങൾ വിളിച്ചാൽ സഹകരിക്കാതെ അല്ല, നമുക്ക് ഇങ്ങോട്ട് നീതി നടത്തി കിട്ടാത്ത, അല്ലെങ്കിൽ നമ്മൾ അവമാനിച്ച, അല്ലെങ്കിൽ ഭ്രാന്താണെന്ന് പറഞ്ഞ് നാവ് കൊണ്ട് നേടി നിന്നിടത്തെല്ലാം ദൈവം ഉന്നതമായ വിജയം തന്ന് നിധി കിട്ടി എന്നൊക്കെ പറയും ആളുകൾ പറയുന്ന, വിശ്വസിക്കുന്ന തരത്തിൽ മാറ്റങ്ങൾ തന്നു. അതുകൊണ്ട് ഈ വചനങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്ക്. കാണാതായ വസ്തുക്കൾ കണ്ടുകിട്ടും, കാണാതെ പോയ വ്യക്തികൾ തിരിച്ചു വരും. നിങ്ങളുടെ കമൻസ്, സബ്സ്ക്രൈബ്, ഷെയർ ഇതെല്ലാം ഈ ശുശ്രൂഷയിൽ സപ്പോർട്ടാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻസ് വാട്സാപ്പിലൂടെയോ യൂട്യൂബിലോ കമൻസ് ചെയ്യാവുന്നതാണ്. ഇത് കിട്ടാത്ത, അല്ലെങ്കിൽ ഇങ്ങനെ വിഷമിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്തു കൊടുത്ത് സുവിശേഷം അല്ലെങ്കിൽ പങ്കുകാരാകാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് പരിശുദ്ധാത്മാ പ്രേരണ തന്നെ അനുസരിച്ച് വരുന്നതാണ്. ഹല്ലേലൂയ.